വിസിറ്റേഴ്സ് പാർക്ക് ബൽദാന പാർക്കിലേക്കുള്ള വഴികളാണ്. വിസിറ്റേഴ്സ് അല്ല അവിടെ അല്ലാന്ന് പറഞ്ഞു. ആദ്യം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ബൽദാന പാർക്കിലേക്കുള്ള ഫുഡാണ്. ഇതാണ് ബൽദാന പാർക്ക്. വിസിറ്റേഴ്സിന് അല്ല അവിടെ. ചാണകത്തിൻ്റെ സ്മെല്ല കേട്ടോ. അടിപൊളി. ഫാമിൻ്റെ കാർ പാർക്കിംഗ് ആണ്. കാർ പാർക്കിങ്ങിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഈ പള്ളി പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കാർ ഓടിക്കാനല്ലോ, സ്പോർട്സ് കാർ, റേസിങ് കാറൊക്കെ കുട്ടികളെ പാർക്കാൻ പോകുന്നത്. കുഴപ്പമില്ല. കാണാൻ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്, പശുക്കളും കാര്യങ്ങളൊക്കെ. ഇതാണ് അൽക്രോസ് ബൽദാന പാർക്ക്. ഇതാണ് ബൽദാന പാർക്കിലെ പാർക്കിൻ്റെ റേസിങ് ട്രാക്കാണിത്. റെസ്റ്റോറൻ്റാണ്, ക്ലോസ് ആണെന്ന് തോന്നുന്നു. പണത്തിന് പാല് കടക്കുന്നത് നല്ല അടിപൊളി സ്ഥലം. ബൽദാനൻ്റെ പാർക്കാണിത്. വള്ളി റേസിംഗ് ട്രാക്കാണത്. റെസ്റ്റോറൻറ്റ്, പിന്നെ ചെറിയ എന്തൊരു ഓഫീസ് ഉണ്ട്. വള്ളിയുണ്ട്, ചെറിയ വള്ളിയുണ്ട്. ഇവിടെ കണ്ടത് വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടമാണ്, അടിപൊളിയാണ്. നമുക്ക് ഗാർഡൻസ് ഉണ്ട്. ഗാർഡൻസ് പിന്നെ ബൽദാന പാർക്ക് ഈസ് മൈ ഹാപ്പി പ്ലേസ് എന്നൊരു ബോർഡുണ്ട്. നല്ല അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, പൊളിയാണല്ലോ. ഹൈ അടിപൊളി. എൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ മോസ്ക്, പിന്നെ പുതിയ പാർക്ക്, കുട്ടിയൊക്കെ കളിക്കുന്ന പാർക്ക്. ഇത് ക്ലോസ് ആണെന്ന് തോന്നുന്നു. ഇതുണ്ട്, നല്ല വെയിലുണ്ട്. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ ഇത് പശുക്കളെ വെയിൽ വിളിക്കുന്ന സ്ഥലമാണ് എന്ന് തോന്നുന്നു. അവിടെ കുറേ പുല്ലും കുറ്റിപ്പുല്ലൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പശുവുണ്ട്, പ്രായമായ പശു, അത്യാവശ്യം ഒരു 40 വയസ്സുള്ളൊരു പശു. കുഴപ്പമില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഇവിടെ ഉണ്ട്, വായിക്കാം. ഫുഡ് ഈസ് നോട്ട് അലൗഡ്. ക്യൂ സ്റ്റാർട്ടഡ് ഫ്രം ഹിയർ. ടിക്കറ്റ് കൗണ്ടറാണിത്. ഇതൊരു തൊയ്ത്താണെന്ന് തോന്നുന്നു. അടിപൊളിയാണ്. പിന്നെ ഇതൊക്കെയാണ് ഇവിടെയുള്ള സ്ഥലങ്ങൾ. നമ്മളല്ലേ പശുവിൻ്റെ അവിടെ. പിന്നെ നല്ല സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. റിലാക്സ് ചെയ്യാൻ. നല്ല വെയിലാണ്. നല്ല വെയിലുണ്ടെന്ന് നല്ല വെയിൽ. അടിപൊളി. ഓക്കെ. ഞാൻ പശുക്കളുണ്ട്. ഇത് ബൽദാനൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ്. ഫ്ലോറിൽ നല്ല ചുറുചുറുക്കുള്ളൊരു പശുവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. അതിങ്ങനെ സ്റ്റാച്ചു എല്ലാം സ്പൈഡർമാൻ മോറാണല്ലോ. അടിപൊളി. ഒരു തൊയ്ത്താണ്. ആ തൊയ്ത്തിൽ ഇങ്ങനെ പശുവിനെ കെട്ടി വെച്ചിരിക്കുന്ന സീനാണ്. ഇത് പണ്ടത്തെ കാളവണ്ടിയിൽ പശുവിനെ കൊണ്ടുവന്ന് വീലാൻ തോന്നുന്നു.
വിസിറ്റേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയറാണ്. റിസർവ് ഫോർ സെക്യൂരിറ്റിയാണ്. പിന്നെ വലുതാനൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട് ഇവിടെ. പശു പാല് കുടിക്കുന്നതും വലുതാനൻ്റെ ഫോട്ടോസും മിൽക്ക് ഇങ്ങനെ വരുന്നതും. ഇത് ശരിക്ക് എന്താ പറയുക, ഫാമിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണിത്. കൗ ഇങ്ങനെയാണ് തോന്നുന്നത്. ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഒരു അടിപൊളി സംഭവം കേട്ടോ. നാട്ടിലെ മിനുമേൻ്റെ എല്ലാം ഒരു സംഭവമില്ലേ, ആ സംഭവം പാലിങ്ങനെ കൊണ്ടുപോകാം. കാളവണ്ടി പോലെ ഉന്ത് വണ്ടി കൊണ്ടുപോകുന്നൊരു സീനാണ് കേട്ടോ. അടിപൊളി. പിന്നെ ഇവിടെ ഒരു നല്ല ചെടിയുണ്ട്. പിന്നെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്. ഇതൊക്കെ എന്താണോ അറിയില്ല. ഓഹോ, ഇതാണ് ഇവിടുത്തെ ഇതാണ് ഫാർമേഴ്സ് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. പുല്ലരിയുന്നത്, വിളക്ക്, കയറ്, ചാണകം കോരുന്ന കോരി, മാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ തീക്കാനുള്ള വിറകുകളുണ്ട്. പിന്നെ ഫാമേഴ്സ് ഉപയോഗിക്കുന്ന ഷൂസ് ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. പശുവിനെ കാണുന്നില്ല, എവിടെയോ കൊണ്ടുപോയി തോന്നുന്നു. അപ്പോൾ അവിടെ പശുവിനെ വാഷ് ചെയ്യാണോ അല്ലെങ്കിൽ വണ്ടി വാഷ് ചെയ്യുന്നതാണോ? പശുവിനെ വാഷ് ചെയ്യുന്ന സ്ഥലമാണ് തോന്നുന്നു. വെള്ളം അടിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പശുവിനെ കാണുന്നില്ല. എല്ലാം ഫാമിലാണെന്ന് തോന്നുന്നു. ഇവിടെ കറക്കാൻ മാത്രം കൊണ്ടുവരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഓവറോൾ ഇതാണ് വ്യൂ. ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ഉണ്ട്. ഒരു IPL ഒക്കെ, ചെറിയ മിനി കുട്ടികൾ IPL ഒക്കെ നടത്താം. ഇതാണ് സംഭവം. ഫാമല്ല ഇത്, മിൽക്ക് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വിസിറ്റേഴ്സിന് ഇതിൽ ഓരോ ട്രാക്കിൽ ഓരോ പശുവിനെ വെച്ച് ലോക്ക് ചെയ്യലാണ് തോന്നുന്നു. ഇതാണ് സംഭവം. വെറൈറ്റി ഇവിടെ പാലുണ്ടാ കൊടുക്കാൻ തരുമോ? ഇവിടുത്തെ ഫാമിൻ്റെ ഒരു മിനിക്കാൻ തോന്നുന്നു. വെറൈറ്റി ഫാം, പശുക്കൾ ഒക്കെ ഉണ്ട്. ചൂട് തുടങ്ങിയതുകൊണ്ട് 1 മണിക്ക് ശേഷമാണ് കൗകളൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നത്. ഇതെല്ലാം ക്ലോസാണ്, കഫ്തീരിയും കാര്യങ്ങളൊക്കെ. റീസൺ പറഞ്ഞത് ടൈമിങ് മാറി, കാരണം ചൂടായതുകൊണ്ട്. ഇതാണ് വിസിറ്റേഴ്സ് ഹാള്. ഇതാ മോനെ നല്ലൊരു മരട്ടാ, അടിപൊളി. റൂട്ട് ഇവിടെ ചെറിയൊരു എന്തോ സംഭവമാണ്. കുറേ സ്റ്റാച്ചു ഓഫ് പശുവിനൊക്കെ ഉണ്ടെന്നല്ലാതെ വേറൊന്നും കാണാൻ പറ്റില്ല. നല്ല വെയിലാണ്. അടിപൊളി ചെടികൾ. ഇത്രയും വലിയ പാലിന് ഇത് കണ്ടിട്ടില്ലല്ലോ. നല്ല ചെടികളുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നെ മനസ്സിലായി. അടിപൊളി. ആച്ചു പശുവിനൊക്കെ ഉണ്ട്. മറ്റേ പശുവിനൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഫുഡാണിത്. ബീഫ്
ചിക്കൻ റൈസ്, ചിക്കൻ കറി, ഫ്രൂട്ട് സലാഡ്, അമ്മൂസ്, വെജിറ്റബിൾ, ബീഫ് കറി, കുബൂസ്, പാസ്ത, ബ്രോക്കോളി, ചിക്കൻ പീസ്, സലാഡ്, സ്വീറ്റ്, ചിക്കൻ കറി. നല്ല ടേസ്റ്റ് കേട്ടോ. പൊട്ടാറ്റോ. അടിപൊളി. പാഞ്ചുറികളാണ്. അതിൻ്റെ ഉള്ളിൽ ഇവിടെ സ്റ്റാഫിൻ്റെ ഉണ്ടാകും. പുറത്തുള്ളവർക്കും കഴിക്കാം. ഇവിടെ നിർത്തുക. എന്നാലും വെറുതെ വീഡിയോന് വേണ്ടി നോക്കാം. നല്ല ടേസ്റ്റ് ഉള്ളൂ. Yeah, you can sit over there. ചിക്കൻ ചൂടായി. نسخنها كلها ولا نحطها بصحن شو موجودة بس معفول يا رجل. في مقلوبة باذنجان جربها انت ما عجبتك كيف؟ നല്ല കറി കേട്ടോ. നല്ല ടേസ്റ്റ്. റൈറ്റി ഫുഡ് മുതലാക്കി. ഇവിടെ പാസ്ത ഉണ്ട്. ഇതൊന്നും ഞാൻ കഴിക്കാറില്ല. ഇത് കഴിക്കൂല, സ്വീറ്റ് കഴിക്കൂല. വീഡിയോയിൽ ഭംഗി കാണിക്കാൻ വേണ്ടി കഴിക്കും. പനിയാണ്, അതുകൊണ്ട് സൗണ്ട് രസമില്ല. പാസ്ത നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കോളിഫ്ലവർ, അമ്മൂസ് നല്ല ടേസ്റ്റ്. ഫ്രൂട്ട് സലാഡ്, മധുരം കഴിക്കൂല ഇവരുടെ വീട്ടിൽ നിർത്താം. സലാഡ്, ഫാമിലെ ഫ്രഷ് ബീഫാണെന്ന് തോന്നുന്നു. നോക്കാം, ഫ്രഷ് ബീഫാണ്. ഫ്രഷ് ബീഫ് കേട്ടോ. നല്ല ടമ്പറാണ്. ബീഫ് പൊളി. പൂച്ച വേറെ ലെവലായി. ഫുള്ള് കഴിക്കാനാണല്ലോ, വെറുതെ ഉണ്ടല്ലോ മനസ്സിൽ. ഹണിയാണല്ലോ, മധുരമാണല്ലോ ചിക്കൻ. ടേസ്റ്റ് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്.
പാസ്ത വേറെ ലെവൽ. ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പീസ് എടുത്തിട്ട് സലാഡ്. ബാക്കിയാണല്ലോ. ചോറ്, കുബൂസ്, ബീഫ്, ചിക്കന്, പാസ്ത എല്ലാം മിക്സ് ചെയ്യാം. എന്നിട്ട് അടിപൊളി. ആവശ്യം കുടിക്കാൻ തോന്നില്ല. ഫുഡ് കോർട്ട് കേട്ടോ. ബീഫ് കറീൻ്റെ അകത്ത് അങ്ങനെ ഡിപ്പ് ചെയ്ത കുബൂസ്, ഇത് കുറച്ച് പൊട്ടാറ്റോ, സ്മാഷ് പൊട്ടാറ്റോ, കുറച്ച് ബീഫ് മിക്സ് ചെയ്യാം. പൊട്ടാറ്റോ, മഷ്റൂം,